ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ ഒരു വ്യത്യസ്ത തരം വീഡിയോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരിടത്തേക്കും പോകുന്നില്ല, നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ ദീർഘദൂരമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. പക്ഷേ നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങളില്ലെങ്കിൽ പിന്നെ വഴികളുടെ ആവശ്യമില്ല. നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇത്തരം പല കാഴ്ചകളും മാറി മാറി കാണുവാൻ നാം നിർബന്ധിതരാണ്. കാഴ്ചകൾ ഇഷ്ടമുള്ളവർക്ക് ഇത്തരം കാഴ്ചകൾ ഹൃദ്യവുമായിരിക്കും. എന്നാൽ കാഴ്ചകൾ കൊണ്ട് മാത്രം നമ്മൾ സംതൃപ്തി അടയേണ്ടവരാണോ? ഈ കാഴ്ചയിൽ നമുക്ക് എന്താണ് പഠിക്കേണ്ട പാഠം എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക എന്നുള്ളതാണ് ഈ ഒറ്റ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമ്മൾ മനുഷ്യർ നിർബാധം യാത്ര തുടരുന്നു. ഇടയ്ക്ക് നമ്മൾ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. അവിടെ നമ്മൾ താവളം ഉറപ്പിക്കുന്നു. അവിടെ കുറച്ചു കാലം തങ്ങിയതിനു ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. പടിഞ്ഞാറിൻ്റെ അസ്തമന സൂര്യൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിരിയുന്ന വികാരം എന്താണ് ആണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താം. നിർഭയമായി നിലനിന്നു പോകുന്ന ഈ പ്രകൃതി, അതിൽ നിർബാധം തലങ്ങും വിലങ്ങുമായി വെട്ടിപ്പൊളിച്ച് കുത്തിക്കീറി പ്രകൃതിയെ വികൃതമാക്കുന്ന മനുഷ്യനാണോ, അതെയോ ഈ പ്രകൃതിയാണോ കുഴപ്പക്കാർ എന്ന് ഒന്ന് ചിന്തിക്കേണ്ട ചില നിമിഷങ്ങൾ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ ചില ചിന്തകൾ വരിക എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പച്ചപ്പാണൻ്റെ സന്തോഷം പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ്. അതിനാൽ തന്നെ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന പേര് തന്നെ ചാനലിന് രൂപപ്പെടുകയുണ്ടായി. ഒരാൾ ബഹുദൂരം തൻ്റെ സൈക്കിളിൽ കുതിച്ചു പായുകയാണ്. ആ കാഴ്ചകൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നും കൂടെ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സൈക്കിളിൽ ഇങ്ങനെ യാത്ര തുടരുന്നത്? മറ്റു വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ? ഇതൊന്നുമല്ല. ഇതെല്ലാമാണ് ഇവിടെ കൂട്ടി വായിക്കേണ്ടത്. പ്രകൃതി എങ്ങനെയാണ് വികൃതമാകുന്നത്? പ്രകൃതി കലിപ്പിലാണ്. പ്രകൃതി വികൃതങ്ങളായ പല അനുഭവങ്ങളും നമുക്ക് സമ്മാനിക്കുന്നു. മനുഷ്യൻ്റെ പ്രതിഷേധമാണോ, പ്രകൃതിയുടെ പ്രതിഷേധമാണോ ഈ കാണുന്ന വലിയ പടുകൂറ്റൻ യന്ത്രസാമഗ്രികൾ? മെല്ലെ തിരികെ പോവുകയാണോ, അതെയോ അടുത്ത സ്ഥലം തേടി പോവുകയാണോ? ഇതൊന്നും നമുക്ക് നിശ്ചയമില്ല. പക്ഷേ ഈ കാഴ്ചകളിൽ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ആ സത്യങ്ങളെ നിങ്ങൾ തന്നെ കണ്ടെത്തുക. എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങളുടെ കാഴ്ചപ്പാട്. പ്രകൃതി ഒട്ടനവധി കാലം ഇത്തരത്തിൽ മുമ്പോട്ട് പോകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചില അനർത്ഥങ്ങളൊക്കെ അങ്ങിങ്ങായി കാണുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. പച്ചപ്പാണൻ്റെ സന്തോഷം ഇത്തരം ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത്. പച്ചപ്പാണൻ്റെ സന്തോഷം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വലിയൊരു സഹായവും എനിക്കാവും എന്നുള്ളതും കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇത്തരം കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണുകയും ഇത്തരമൊരു യാത്രകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് പറയുവാനുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടും എന്നുള്ള പ്രതീക്ഷയോടെ പച്ചപ്പാണൻ്റെ സന്തോഷം കൂടുതൽ വർത്തമാനങ്ങളിലേക്കൊന്നും പോകാതെ പ്രകൃതിയുടെ ഈ നിയമങ്ങളെ നാം എങ്ങനെ മനസ്സിലാക്കിയെന്ന് തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം നിർത്തുന്നു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത
എല്ലാവർക്കും നന്ദിയും നന്മയും നേർന്നുകൊണ്ട് നിർത്തട്ടെ.